അമ്മൂമ്മയുടെ നായര്. അവള് പ്രേതമാടാ, മനുഷ്യനല്ല പ്രേതം. അവളെ നീ പീഡിപ്പിച്ചു കൊന്നാ? അവള് പ്രേതമാടാ, പ്രേതം. വന്ന് നോക്ക്. അയ്യോ എടുക്ക്, എടുക്കടാ. കണ്ടാ, അവക്ക് തലയില്ല. നിനക്കെന്താ ഭ്രാന്തായോ? ഇവളല്ലേ പതിഞ്ഞിരിക്കുന്നത്? എടാ സത്യമായിട്ട് ഞാൻ എടുത്തപ്പോ കണ്ടില്ലായിരുന്നു. കേൾപ്പി എന്ത് പ്രേതം ചുരുക്കത്തിലൊന്നും നടന്നില്ലേ? ഇത് തമാശയല്ല. എന്ത് മോള്, എന്ത് ഫ്ലൈയാടാ നീ അവൾക്ക് കലക്കി കൊടുത്തത്? അയ്യോ അതൊന്നും അവള് കുടിച്ചില്ലടാ, നേരെ ഈ കുപ്പി പിശാച്. എടാ ഇവര് ഭ്രാന്ത് തന്നെയാ. നീ മിണ്ടരുത്. നിങ്ങൾ രണ്ടും ഞാൻ പറയുന്നൊന്നും വിശ്വസിക്കടാ. രണ്ടെണ്ണം അടിച്ച നിനക്ക് നീ ആരാണെന്ന് അറിയില്ല. അപ്പോഴാണ് ഫോട്ടോ. എത്രയും പെട്ടെന്ന് നീ അവളെ ഹോസ്റ്റലിൽ കൊണ്ടാക്കും. കേട്ടാ, എനിക്കിതിനെ കാണാൻ പോലും വേണ്ട. നീ ഇതിനെ കൊണ്ട് എവിടെയെങ്കിലും കളാ. അതോർത്ത് നിങ്ങൾ വിഷമിക്കണ്ട. ഞാനിവളെ ഒരു പോർലോലും ഏൽപ്പിക്കാതെ ഹോസ്റ്റലിൽ കൊണ്ടുവന്നായിക്കോളാം. ഓക്കെ, ഉത്തരവാദിത്തങ്ങൾ ഏറ്റുവാങ്ങാൻ പ്രിയലാലിന്റെ ജീവിതം ഇനിയും ബാക്കി. മോളെ എന്താ? ഒന്നുമില്ല, അത് ഞാൻ തന്നെയാ. മോളെ മോളെ നമുക്ക് ഹോസ്റ്റലിൽ പോവാ. കാണുന്നുണ്ടല്ലോ ഇതെന്താ ഇങ്ങനെ? ഒരു കാര്യം ചെയ്താലോ? ഒരു കണ്ണാടി കിട്ടുമോ? അതിലവള് 11 ടെസ്റ്റ് ചെയ്യണം. നീ അവളൊരു പട്ടിനെ കൊണ്ടുവന്ന് കാണിക്കും. പ്രേതനെ കണ്ട പട്ടികൾ കുറയ്ക്കൂടാ. നീ ഡ്രാക്കുളയിലെ കണ്ടല്ലേ, ഓർമ്മയില്ലേ? പിന്നെ ഞാൻ ആദ്യമായിട്ടല്ലേ വെള്ളം അടിക്കുന്നത്. എനിക്ക് എത്ര കോമൺ സെൻസ് ഇല്ലല്ലോ. ഇത് സത്യമാടാ, സാധനം മറ്റേതാടാ. ഈ പ്രേതങ്ങൾ ക്യാമറ പതിയില്ല എന്ന് നിന്നോട് പ്രേതം വന്ന് പറഞ്ഞ? അല്ല, നിന്റെ അച്ഛൻ വന്നു. എടാ ഞാൻ പറയുന്നൊന്ന് വിശ്വസിക്കുക. നീ എന്തിനാ എന്റെ ഫോട്ടോ എടുത്തേ? നീ എന്നെ ട്രോളുന്നോ? ഡിലീറ്റ് ചെയ്യണം. ഞാൻ തമാശക്ക്. നീ എങ്ങാണ് ഇത് കോളേജ് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്ത് നിന്നെ കൊല്ലുവേ. ഡിലീറ്റ് ചെയ്യണം പ്ലീസ്. നീ ഇതെന്ത് സെൻഡിയാടാ? ഞങ്ങൾ ഇത് ആരോടും പറയാൻ പോലുള്ള. ഡിലീറ്റ് ചെയ്തു. ഓക്കെ. അവളുടെ ചുറ്റും മൊത്തത്തിൽ ഒരു മിസ്റ്ററി ഇല്ലേ? ഞാനൊന്ന് കെട്ടിയതാണെന്ന്, അല്ലെങ്കിൽ അവളെങ്ങനെ അറിയാനാ? അത് ഞാനാണ് പറഞ്ഞത്. എന്തിന് കെട്ടിക്കഴിഞ്ഞാൽ ഡിമാൻഡില്ല. ആര് പറഞ്ഞു? ലൈസൻസ് കിട്ടിയ പിന്നെ ഏത് വണ്ടി ഓടിച്ചൂടെ? സാമദ്രോഹി. അതുകൊണ്ടൊന്നും ഒരു പിശാചി കൊണ്ടുവരും. നീ പിടിച്ചേ അവിടെ വെച്ചോ. What's your problem? കുറേ നേരമല്ലേ തുടങ്ങിയിട്ട്. എന്താ പ്രശ്നം? നാഗവല്ലി. നിനക്ക് ദുർഗാഷ്ടമി അല്ലല്ലോ, പിന്നെന്താ? അയക്കെന്താ? പേടിക്കാനൊന്നുമില്ല നിസ. നിസ ഒരു ഗോസ്റ്റ് ആണോന്ന് അവന് സംശയം, അത്രേ ഉള്ളൂ. ഗോസ്റ്റോ? Oh my god. And I went for a date with him. അല്ലെങ്കിലും യഥാർത്ഥ പ്രണയം തിരിച്ചറിയാൻ നിങ്ങൾ പെൺകുട്ടികളൊന്നും വൈകുമല്ലോ. വെയിറ്റ് ചെയ്യാം. ഇത് അങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ. I'm going to make him pay for this. Do you want to go on a date with me? എന്റെ കൂടെ ഒരു ഡേറ്റിന് വരാൻ മിസ്റ്റർ പ്രിയലാലിന് താല്പര്യമുണ്ടോ ഇല്ലയോ? അവനോടുള്ള വാശി തീർക്കാനുള്ള ഒരു കളിക്കോപ്പാണോ എന്റെ ജീവിതം? Yes or no? Yes. നിസയ്ക്ക് വേണ്ടി ഞാൻ എങ്ങനെ വഴങ്ങിത്തരും. എന്നെ എത്ര വേണേലും ഡേറ്റ് ചെയ്തോളൂ. I'm going to show that bugger. എന്നാൽ ആ കുട്ടിക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ എന്നോട് പറഞ്ഞ പോലെ. എന്തിന്? നാളെ ഇതിന് ആരെങ്കിലും പാര വെച്ചാലുണ്ടല്ലോ, സത്യമായിട്ട് നിങ്ങളെയും കൊല്ലും ഞാനും ചാവും. ഇല്ലടാ, എനിക്ക് വിഷമമുണ്ടെങ്കിലും സന്തോഷവും. പിന്നെ നിനക്കിതിൻ്റെ ആവശ്യമൊന്നുമില്ലെന്ന് എനിക്കറിയാം. എന്നാലും ഒരു ധൈര്യത്തിന് ഇതിരിക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്. എനിക്കുണ്ടായ ദുർഗതി നിനക്കുണ്ടാവരുത്. രാവിലെ നേരത്തെ എണീറ്റ് കുറച്ച് ദൂരം ഓടാൻ പോകണം. പറ്റാവുന്നത്ര പുഷപ്സ് എടുക്കണം. കുറച്ച് ഫ്രൂട്ട്സ് ഞാൻ റൂമിൽ വാങ്ങിച്ചു വെച്ചേക്കാം. ഒരിക്കലും വയറ് വിശക്കരുത്. പറ്റുവാണെങ്കിൽ ഒന്ന് പള്ളിയിലും പോകും. യേശുവാ മറ്റോളാന്ന് വിചാരിച്ചിട്ടായിരിക്കും. ഹലോ ഏട്ടാ, എന്തെന്ന് ഇത്ര നേരത്തെ?
തെണ്ടി മിണ്ടണില്ല. അവനെന്താ ചെയ്യുന്നത് ഞങ്ങൾ അവിടെ പോയി നോക്കിയിട്ട് വരും. ഇപ്പൊ എന്റെ ഏട്ടൻ ഫ്രീ ആണോ? അവനോട് മറ്റേ പരിപാടി തന്നെ ആയിരിക്കും. അവന്റെ ശരീരഘടന വെച്ചത് പറ്റൂ. ഇത് നമ്മുടെ റൂമിൽ ഇരുന്ന് ബോട്ടിലല്ലേ, നമ്മളവിടെ കള്ളടിക്കുന്നു, ഇവനിവിടെ സ്കോച്ചും തെണ്ടി. ഇവനൊക്കെ ഇത്ര കച്ചറ സാധനമാണ് അടിക്കുന്നത്. അതല്ലടാ, അവന്റെ ഫോണല്ലേ ഓഫായി കിടക്കുന്നത്. അതെ, അപ്പോ അവന്റെ ഫോണിൽ നിന്നല്ലേ ഇപ്പൊ കോള് വന്നത്. അതുകൊണ്ട് എടാ അപ്പൊ പ്രിയൻ ആരോടായി സംസാരിച്ചോണ്ടിരിക്കുന്നത്? നീ വന്നേ. എടാ എന്നെ കളിപ്പിക്കുക. എടാ അത് യേശു അല്ല. പിന്നെ ആരാ? അവൻ അവിടെ പോത്ത് പോലെ കിടന്നുറങ്ങുന്നുണ്ട്. ആരത്? കട്ടായി. അത് നിസയുടെ പ്രേതമാടാ, സത്യം. ഒന്ന് പോടാ, അതിന് അവളാണോ ഇപ്പൊ വിളിച്ചത്? ആ. എടാ അത് അവന്റെ കൈ തട്ടിട്ടോട്ടോ ഡയൽ ആയതായിരിക്കും. അതെ, അല്ലേ വല്ല നെറ്റ്വർക്ക് ഇഷ്യൂ ആയിരിക്കും. അവള് നിസയല്ലടാ, ലിസയാ. നീ പോയേ, എനിക്ക് നാളെ എണീക്കാനുള്ള രാവിലെ പേടിപ്പിക്കാനായിട്ട്. വാടാ. ഗുഡ് മോർണിംഗ് സുഹാനിഷ. ഹിയർ ഐ കം. മാറി കിടക്കങ്ങട്. What an awesome day. മനുഷ്യൻ ഇന്നലെ ഉറങ്ങിയതല്ലേ ചേട്ടാ, അപ്പഴാ അതെന്ത് പുല്ലാണ്? സത്യം പറഞ്ഞ നീ അല്ല എടുത്ത് എന്നെ പേടിപ്പിക്കാൻ. ഒരെണ്ണം തന്നോണ്ടല്ലോ. ഞാനൊരു ഫോട്ടോ ഇല്ലാടെ പോട്ടെ, പിന്നെ ഇങ്ങനെ ഞാൻ എടുക്കുന്നത്. ഡോറ് ലോക്കാണല്ലോ. പിന്നെ ഇതാരെടുത്തു? ഇന്ന് അവളുടെ കൂടെ പോകാനുള്ള ധൈര്യം എനിക്കില്ല. വയറിളക്കാന്ന് പറഞ്ഞ് ഞാൻ മെസ്സേജ് അയക്കാൻ പോകുന്നു.